ഈ വലിയ പിതാവുമായുള്ള ബന്ധം ഏതാണ്ട് കാൽനൂറ്റാണ്ടിൽ അധികമായി വ്യത്യസ്തങ്ങളായ നിലയിലുള്ളതാണ്. സിലബസിൽ ഓർമ്മിച്ചതുപോലെ നിങ്ങൾ പലരും എന്ന പോലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ തിരുമേനി സൂചിപ്പിച്ച അതേ സ്വഭാവ വൈശിഷ്ട്യത്തോടുകൂടി ഫസ്റ്റ് ഇയറിൽ തിയോളജി ക്ലാസ്സിൽ തോറ്റുപോകും എന്ന ഭയത്തോടെ ഇരുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു 1-ാം സ്ഥാനം നൽകിയ പിതാവ് അഭിനന്ദനായ സിലബസിലെ അതെന്നെ ഒത്തിരി ഞെട്ടിപ്പിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് 1-ാം ക്ലാസ്സിൽ പോലും 1-ാം സ്ഥാനം മേടിച്ചു എന്ന് ചോദിച്ചാൽ സത്യമായും എനിക്ക് അറിഞ്ഞുപോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പരീക്ഷയ്ക്ക് 1-ാം സ്ഥാനം ഞാൻ നേടിയെടുക്കുന്നത് അന്നത്തെ ഇൻട്രൊഡക്ഷൻ ടു തിയോളജി ആ കാലഘട്ടത്തിലാണ്, ആ വിഷയത്തിലാണ് ഞാൻ ഓർക്കുന്നത്. അതേ തുടർന്ന് പിതാവിനോടൊപ്പം വൈദിക സെമിനാരിയിലുണ്ടായിരുന്ന കാലഘട്ടം ഓർക്കുന്നു. അതല്ല സുദീർഘമായൊരു കാലഘട്ടമാണ്. അത് ഉറച്ച തീരുമാനങ്ങളുടെയും കർക്കശമായ നിലപാടിൻ്റെയും സംവാദത്തിൻ്റെയും അഭിപ്രായങ്ങളുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ കാലഘട്ടം. മറ്റൊരു കാലഘട്ടം അഭിനയ തിരുമനസിനോടൊപ്പമുള്ള ആത്മീയ സംഘടനാ പ്രവർത്തനമാണ്. മലങ്കര സഭയുടെ വൈദിക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ 5 വർഷം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു പൂർണ്ണ വിശ്വാസത്തിൻ്റെയും ഒരാളെ പൂർണ്ണ വിശ്വാസത്തിൽ ഏർപ്പെടുത്തി പ്രവർത്തിക്കുവാൻ നൽകുന്ന വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ഘട്ടമാണ്. ഈ ഘട്ടങ്ങളെയൊക്കെ തുലവും ഒത്തിരി പിന്നിലാക്കിയാണ് കഴിഞ്ഞ 3.5 വർഷക്കാലം മലങ്കര സഭ ഒരു സ്ഥാനി എന്ന നിലയിൽ അഭിനയ പിതാവിനോടൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അസുലഭമായ ഒരു ഭാഗ്യം.